വെൽക്കം ടു താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ടോക്ക് തന്നെയാണ്. കുറെ നാളത്തെ കുറെ സങ്കടത്തിന്റെയും ഓരോ ട്രാജഡികളുടെ ഇടയിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടത്. തൃശ്ശൂർ പേരാമംഗലത്തെ ബസ്സിൽ ഒരു സ്ത്രീ പ്രസവിച്ചതാണ്. അതായത് നമ്മൾ ട്രെയിനിലും അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ പ്രസവിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ബസ്സിൽ അതും നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യത്തെ തവണയാണ്. പ്രസവ വേദന വരുന്നതും പെട്ടെന്ന് വണ്ടി നിർത്തുന്നതും അതൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ ബസ്സിനകത്ത് പ്രസവിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ യുവതി അങ്കമാലിയിൽ നിന്ന് പുറപ്പെട്ട ഒരു ബസ്സായിരുന്നു. പേരാമംഗലത്ത് എത്താറായപ്പോൾ അവർക്ക് പെയിൻ വന്നു. പെയിൻ വരാൻ തുടങ്ങിയപ്പോൾ ഏകദേശം അവര് ഹസ്ബൻഡ് ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴേക്കും അവർക്ക് കൂടുതലായിട്ട് പെയിനൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ആ ബസ്സിലുള്ള കണ്ടക്ടറും ഡ്രൈവർമാരും അതിലുള്ള ആളുകളും അവരോടൊക്കെ നമുക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. അവസരത്തിനൊത്ത് പ്രവർത്തിച്ചത് കാരണം അവര് അവിടെ അടുത്ത് തന്നെയുള്ള അമല ഹോസ്പിറ്റലിലേക്ക് വിളിച്ചറിയിക്കും. എമർജൻസി വിഭാഗം എപ്പോഴും അലർട്ടായിട്ടാണ് ഇരിക്കുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. എന്നാലും അവിടേക്ക് വിളിച്ചു പറഞ്ഞ അവര് ആ ഒരു ബസ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്ത്രീയെ ലേബർ റൂമിലേക്ക് മാറ്റാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് എത്തി അതിന്റെ ഫ്രണ്ടിൽ എന്താ പറയാ എമർജൻസിയുടെ വാർഡിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ തല പാതിയോളം പുറത്ത് ബസ്സിൽ വെച്ച് തന്നെ സ്ത്രീയുടെ വന്നിരുന്നു. അപ്പൊ അവർ ആ സമയത്തൊന്നും എടുത്തു കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പൊ എന്തായാലും ബസ്സിൽ വെച്ച് നടന്ന ഒരു ഡെലിവറിയുടെ വീഡിയോ അതിലുണ്ടായിരുന്ന കണ്ടക്ടറും ഡ്രൈവറും അവർക്ക് പറയാനുള്ളതെല്ലാം ഇന്നത്തെ നമ്മുടെ ടോക്ക്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. തൃശ്ശൂരിൽ നിന്ന് അവർ കുറ്റിപ്പുറത്തേക്കാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഒരു കാണുമ്പോൾ തന്നെ പൂർണ്ണ ഗർഭിണിയാണ്. അപ്പോൾ അവർ കയറിയിരുന്നതിന് ശേഷമാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അവർ ഒറ്റക്കായതുകൊണ്ട് തന്നെ ചോദിക്കണം എന്നുണ്ടായിരുന്നു കൂടെ ആരാണ് കണ്ടോ എന്ന്. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് അവർ ഇറങ്ങിപ്പോകുന്നുള്ളത് കൊണ്ട് പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. അപ്പോൾ നമ്മൾ അമല ഹോസ്പിറ്റലിൽ കഴിയുന്നതിൻ്റെ ജസ്റ്റ് മുമ്പാണ് അവർ പറയുന്നത് പെയിനുണ്ട്, ഹസ്ബൻഡിനെ വിളിക്കണമെന്ന് പറഞ്ഞു. ഫോൺ നമ്പർ തരാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് അവർക്ക് ആവശ്യമായി. അപ്പോൾ പുറത്തിറങ്ങി ഓട്ടോ വിളിക്കാൻ നോക്കുന്ന സമയത്ത് ഓട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പോഴേക്ക് ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഡെലിവറി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ തന്നെ ബസ് ഡ്രൈവറോട് ഞാൻ ആവശ്യപ്പെട്ടു. ബസ് തിരിച്ച് അങ്ങനെ തന്നെ അമല ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അവിടെ ബസ്സിൽ അപ്പോഴേക്ക് അപ്പോൾ എങ്ങനെയായിരുന്നു? ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്നു ബസ്. അപ്പോൾ അവിടുന്ന് തിരിച്ച് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറ്റിയതാണ്. അവിടെ പോർച്ചിലെത്തുമ്പോഴത്തേക്ക് ഡെലിവറി നടത്തില്ല. അവർ ഹോണടിച്ച് ലൈറ്റൊക്കെ ഇട്ട് വരുന്നുണ്ടപ്പോൾ എല്ലാവരും കൂടെ അലർട്ടായി കയറി ബസ് കയറി വന്നു. ബസ്സിനുള്ളിൽ തന്നെ പുറത്തിറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടറെ വിളിച്ച് സിസ്റ്ററും എല്ലാവരും കൂടെ അതിൻ്റെ എന്തായാലും എന്താ പറയാ ആ സമയത്ത് ബസ്സിലുള്ള ആ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും അതിലുള്ള ആളുകളുടെ ഒക്കെ ആ ഒരു വേണ്ട രീതിയിൽ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു നിലപാട് കൊണ്ട് കുഞ്ഞിനമ്മയ്ക്ക് ഒന്നും കുഴപ്പമുണ്ടായില്ല. ഈ ഒരു ഹോസ്പിറ്റലിന്റെ മുമ്പിലെത്തിയപ്പോൾ അമല ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇങ്ങനൊരു ആദ്യമായിട്ട് അവർക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അതിനെ പറ്റിയും ആ സമയത്തുള്ള സാഹചര്യത്തെ പറ്റിയൊക്കെ അവർ പറയുന്നത് നമുക്കാണ്. പുറത്തോട്ട് സ്ട്രെച്ചറിലോട്ട് മാറ്റി അകത്തോട്ട് കയറ്റാനുള്ള ഒരു സാവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉടനെ അവിടെ വെച്ച് തന്നെ ഡെലിവറി എങ്ങനെ എടുക്കാം ആ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും അവിടെ എത്തിക്കുകയും നമുക്ക് അവിടെ വെച്ച് തന്നെ നമ്മൾ ആ കോഡ് ക്ലാമ്പ് ചെയ്യുകയും കൊച്ചിനെ പുറത്തെടുക്കുകയും നമ്മൾ ആ അമ്മയുടെയും കൊച്ചിൻ്റെയും കണ്ടീഷൻ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്. അതെ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത്. നമുക്ക് ബസ് ഇവിടെ ഒരു ഏകദേശം 12:45 ആയപ്പോഴത്തേക്ക് വന്ന് നിർത്തുകയും ആളുകൾ പറഞ്ഞത് അകത്തൊരു സ്ത്രീ പ്രസവ വേദന കാരണം ആളും കരയുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ കയറി നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ കുഞ്ഞിൻ്റെ തല പുറത്തെത്തിയിരുന്നു. നമ്മൾ ഇനി ആ ഒരു പേഷ്യൻറ്റിനെ നമുക്ക് പുറത്തോട്ട് സ്ട്രെച്ചറിലോട്ട് മാറ്റി അകത്തോട്ട് കയറ്റാനുള്ള ഒരു സാവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉടനെ അവിടെ വെച്ച് തന്നെ ഡെലിവറി എങ്ങനെ എടുക്കാം ആ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും അവിടെ എത്തിക്കുകയും നമുക്ക് അവിടെ വെച്ച് തന്നെ നമ്മൾ ആ കോഡ് ക്ലാമ്പ് ചെയ്യുകയും കൊച്ചിനെ പുറത്തെടുക്കുകയും നമ്മൾ ആ അമ്മയുടെയും കൊച്ചിൻ്റെയും കണ്ടീഷൻ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ ഒരു ഡെലിവറി എടുക്കുന്നത്. അതെ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഡെഫിനറ്റ്ലി നമ്മളെപ്പോഴും കരുതുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും എന്തൊരു എമർജൻസിയും നമ്മൾ കരുതുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ ആദ്യമായിട്ടായിരുന്നു. ഡോക്ടറും ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പം അമ്മയും കുഞ്ഞും ഇപ്പം എങ്ങനെയുണ്ട്? അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. കൊച്ച് ഏകദേശം ഒരു 2.5 കിലോ ഉണ്ട്. ആക്റ്റീവായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഉള്ളിലോട്ട് എടുത്തപ്പോൾ തന്നെ കൊച്ച് പറഞ്ഞ് നല്ല ആക്റ്റീവാണ്. ഉടനെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ NICയിലോട്ട് ഒബ്സർവേഷനിലോട്ട് മാറ്റും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 2 to 3 ഡേയ്സിനുള്ളിൽ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യും. കുഴപ്പമില്ലാതെ പോകുന്നു രണ്ടുപേരും. ഇത്തിരി ടെൻഷനായിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ? ടെൻഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ്. നമുക്ക് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ പെട്ടെന്ന് വരാം. ഇലക്ട്രിക്യൂഷൻ ഇങ്ങനെ പല
കേസുകളായിട്ട് വരാം. ഇതിനു മുമ്പും ചില കേസുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഇങ്ങനത്തെ കേസ് വന്നാൽ നമ്മളത് തരണം ചെയ്യും അതിനനുസരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ഫ്ലെഷ്ഡ് ഒരു ടീം തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഏത് എമർജൻസീസും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ യോഗ്യരാണ്. ഈ മിഷൻസ് ഒക്കെ നമ്മൾ അതിലേക്ക് കൊണ്ടുപോകും എന്തെങ്കിലും പ്രയാസങ്ങളൊന്നും? മെഷീൻസ് വേണ്ടി വന്നില്ല, നമുക്കൊരു ട്രെയിൽ സിസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടി വന്നത്. അത് നമുക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്കും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ബസ് ജീവനക്കാരെ സംബന്ധിച്ചും ബസ്സിൻ്റെ അകത്തൊരു ഡെലിവറി നടക്കുക, അതും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്താ പറയുക, ഈ ഫ്ലൈറ്റിലൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ലൈഫ് ലോങ് ഫ്ലൈറ്റിൽ സഞ്ചരിക്കാനുള്ള എമൗണ്ട് ഫ്രീ ആണ്, അവർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിൽ സഞ്ചരിക്കാമെന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഈ KSRTC ബസ്സിൽ ഇനി ഈ കുഞ്ഞിന് ഏത് കാലത്തൊക്കെ സഞ്ചരിക്കുന്നുണ്ടോ അപ്പോൾ ആ ഒരു ചാർജ് ഫ്രീ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ ആവട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്ത അല്ലേ, നല്ലൊരു സന്തോഷമുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.